ഓടടാ ഓട്ടം. ജെയ്സൺ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നേരെ ഓടി വില്ലേജ് ടാപ്പിലെത്തുകയാണ്. റയാൻ്റെ പാർട്ടി നടന്ന ബാർ. അവിടെ നിന്നിറങ്ങിയ വഴിക്കാണ് സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അവിടെ കയറി താൻ മുമ്പ് സലാം പറഞ്ഞ ബാർ അറ്റൻഡറുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. തിരക്കെല്ലാം ഒഴിഞ്ഞ് ബാർ അടയ്ക്കാനുള്ള തത്രപ്പാടിലാണ് അയാൾ. മാത്രമല്ല ഡ്രസ്സിങ്ങിലും ലുക്കിലുമൊക്കെ ചെറിയ മാറ്റവും കാണാം. നേരെ ചെറിയ ചിരിയോടെ അടുക്കുന്ന ജെയ്സണെ ഒരു പരിചയം കാണിക്കാതെയുള്ള അയാളുടെ പെരുമാറ്റം കണ്ട്, ഡോ ഞാനിവിടെ എപ്പോഴും വരുന്ന ആളല്ലേ ജെയ്സൺ, ഇപ്പോഴല്ലേ കുറച്ച് മുമ്പ് താൻ എനിക്ക് ആ ഇരിക്കുന്ന ഫുൾ സ്കോച്ച് ബോട്ടിലെടുത്തു തന്നത്? അപ്പോൾ അയാൾ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഒഴിച്ചു തന്നിട്ടില്ല. മാത്രമല്ല ഈ സ്കോച്ച് ബ്രാൻഡ് കഴിഞ്ഞ 2 ആഴ്ചയായി ആരും ചോദിക്കാതെ അവിടെ തന്നെയുണ്ട്. ആകെ കുഴപ്പത്തിലാകുന്ന ജെയിംസിൻ്റെ ടോൺ മാറുന്നതോടെ അയാളോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുമ്പോൾ ഇറങ്ങി നേരെ ചെല്ലുന്നതോ ഒരു ആശുപത്രിയിലും. എൻ്റെ മൈൻഡിനെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അഡ്മിറ്റായി CT സ്കാനും മറ്റുമെല്ലാം ചെയ്ത ശേഷം സിഡേഷൻ കൊടുത്ത് ഉറക്കാൻ കിടത്തും. മനസ്സിൽ ഡാനിയേലയാണ്. അവളെ കണ്ടുപിടിക്കണം. അവളിട്ട മോതിരവും മറ്റവൻ എടുത്തുകൊണ്ട് പോയി. ഇവിടെ ആൾ ഉറക്കമാകുമ്പോൾ ആ മോതിരമിട്ട് ജെയ്സന്റെ സ്ഥാനത്ത് മറ്റേ ജെയ്സൺ. തല പുകയാതിരിക്കാൻ നമ്മൾ റീനെയിം ചെയ്ത ജെയ്. കക്ഷി നല്ലൊരു രാത്രി ചെലവഴിച്ച ശേഷം പ്രഭാതത്തിൽ ഉറക്കമുണരുകയാണ്. ന്യൂലി വെഡ് പോലെ ഡാനിയലെ കിസ് ചെയ്ത് അവിടെ കിടക്കുന്ന ജെയ്സന്റെ ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റൊരു റൂമിൽ ചാർലി കിടക്കുന്നു. ഒന്ന് നോക്കി താഴെ എത്തി കോഫി സെറ്റപ്പ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പരുതുമ്പോൾ ജെയ്സൺ ആശുപത്രിയിൽ ഉറക്കമുണർന്നിരിക്കുന്നു. സ്കാൻ റിസൾട്ടിൽ തൻ്റെ തലച്ചോറിന് യാതൊരുവിധ പ്രശ്നമില്ലെന്നും എന്നാൽ ഞങ്ങൾ ശരീരത്തിൽ ഡ്രഗിൻ്റെ എന്തെങ്കിലും അംശമുണ്ടോ എന്നതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ ഇതുവരെ കാണാത്ത ഒരു സാന്നിധ്യം കണ്ടെത്തിയതായും ജെയ്സണോട് അവിടെ എത്തുന്ന ഡോക്ടർ പറയുന്നു. ഒരു സൈക്കോ ആക്റ്റീവ് മിശ്രിതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജെയ് സ്റ്റോറേജിൽ സെറ്റാക്കി വെയർഹൗസിൽ വെച്ച് ജെയ്സണിൽ കുത്തിവെച്ച ആ സബ്സ്റ്റൻസ്. ജെയ്സൺ അവരോട് ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ട 2 പേർ, ഡാനിയലയും ചാർലിയും. ഡാനിയല ഡസൻ എന്ന പേരിൽ ആരും തന്നെ ഷിക്കാഗോയിലില്ലെന്നും ചാർലി ഡസൻ എന്ന പേരിൽ സെയിൻറ്റ് പീറ്റർ ഹൈസ്കൂളിൽ ഒരു റെക്കോർഡ്സും കണ്ടെത്താനായിട്ടില്ലെന്നും പറഞ്ഞ് മിണ്ടാതെ സ്തബ്ധനായിരിക്കുന്ന ജെയ്സണോട് അവർ തുടരുകയാണ്. കഴിഞ്ഞ രാത്രി താങ്കൾ ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. നിങ്ങൾ പറഞ്ഞത് അത് എൻ്റെ വീടല്ലായിരുന്നു എന്നും ഫർണിച്ചറും അടുക്കളയുമെല്ലാം മാറ്റമാണെന്നുമാണ്. അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതേന്ന് തലയാട്ടുമ്പോൾ ഡോക്ടർ ടാബിൽ വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുള്ള തൻ്റെ ഡീറ്റെയിൽസ് വായിക്കുന്നത് കണ്ട് അതിശയപ്പെടുകയാണ് ജെയ്സൺ. കാരണം താൻ പ്രശസ്തനായ ഒരു വ്യക്തിയെ അല്ല. പേരും ജനനവും വിദ്യാഭ്യാസവും PhD എല്ലാം പറഞ്ഞു കഴിഞ്ഞ് 2010 പാവിയ പ്രൈസ് ലഭിച്ചെന്ന് പറയുന്നത് കേട്ട് അസ്വസ്ഥനാവുകയാണ്. കാരണം താൻ ഏറെ ആഗ്രഹിക്കുന്ന എന്നാൽ ഇതുവരെ നേടാൻ കഴിയാത്ത ഒന്നാണ് ഈ ബഹുമതി. അത് തനിക്ക് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു കളിയാക്കലായാണ് തോന്നുന്നത്. മാത്രമല്ല തലേരാത്രി അങ്ങനെ ഒരു പുരസ്കാരം വീട്ടിലും കണ്ടു. ജെയ്സൺ 1 വർഷത്തോളമായി മിസ്സിംഗ് ആണെന്നുള്ള വാർത്ത ഡോക്ടർ കാണിക്കുമ്പോൾ ഡാനിയലെ പറ്റി എന്തെങ്കിലും അറിയാൻ സെർച്ച് ചെയ്യുന്നെങ്കിലും കൃത്യമായി ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു സംശയത്തിൽ ഡാനിയല ഡസൻ എന്നത് മാറ്റി ഡാനിയല വർഗാസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഒടുവിൽ അവരുടെ വിവരങ്ങൾ ലഭിക്കുന്നു. വർഗാസ് എന്നുള്ള ബർത്ത് നെയിം ടൈപ്പ് ചെയ്തപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയത് വഴി അവർ തന്നെ പോയിട്ട് വേറെ ആരെയും തന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ അവർ വലിയ ഒരു ആർട്ടിസ്റ്റായതും അന്നേ ദിവസം ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതായും കണ്ടതിനെ തുടർന്ന് ഡോക്ടർ പോയ ഉടനെ ഹോസ്പിറ്റൽ ചാടാനൊരുങ്ങുന്നു. ഇതേ സമയം അമാൻഡയും ലെയ്റ്റണും കൂടെ ഡോണും ചർച്ചയിലാണ് വെലോസിറ്റിയിൽ. അതെ, വെലോസിറ്റി എന്നാണ് ആ ഫേമിൻ്റെ പേര്. ഡോൺ എന്നത് ലെയ്റ്റൻ്റെ ഗുണ്ടയാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തം. ജെയ്സന്റെ കാര്യം പോലീസിനെ അറിയിച്ചാലോ എന്ന അമാൻഡയുടെ ചോദ്യത്തിന് ലെയ്റ്റൺ ഓൾറെഡി 4 പേരെ നഷ്ടപ്പെട്ടെന്നും പോലീസിനെ അറിയിച്ച് അവരിൽ ഒരു ആശങ്ക ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് ജെയ്സന്റെ രീതി വെച്ച് ആശുപത്രിയിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ഡോൺ അവിടേക്ക് തേടിയെത്തുന്നതും അവരുടെ കണ്ണിൽ പെടാതെ ജെയ്സൺ അവിടം വിടുന്നു. ജെയ് ഇതേ സമയം കോളേജിൽ എത്തിയിരിക്കുകയാണ്. ജെയ്സന്റെ കോളേജ് ID വെച്ച് ഒരു വിധത്തിൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി ക്ലാസ്സിൽ വരുമ്പോഴാകട്ടെ പിള്ളേരെല്ലാം പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാതെ ഫോണിലും മറ്റുമൊക്കെ ബോറടിച്ചിരിക്കുന്നു. അങ്ങനെ ആ ക്ലാസ് താൻ ഏറ്റെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആ മാറ്റം വ്യക്തമാണ്. നമ്മൾ മുൻപ് കണ്ട ഒരു നിരാശ മുഖമുള്ള ആർക്കോ വേണ്ടി ക്ലാസ് എടുക്കുന്ന ഒരു ജെയ്സണെ അല്ല, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വെർഷൻ. അതിന് കാരണവുമുണ്ട്. ജീവിതത്തിൽ വേണ്ടത് നേടിയെടുക്കുകയും ചെയ്തല്ലോ. പാവിയ പ്രൈസ് അതിലൊന്നാണ്. അത് നമ്മൾ കണ്ടു. വേറെ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ജെയ്സനെ കുറിച്ചും പെട്ടെന്നുണ്ടായ മാറ്റവും കഴിഞ്ഞ ദിവസം റയാനെ പോയി കണ്ടെന്ന് പറഞ്ഞതിനെ പറ്റിയും ലെയ്റ്റണും അമാൻഡയും അന്വേഷിക്കുമ്പോൾ ജെയ്സൺ ഡാനിയുടെ ആർട്ട് ഗാലറി എക്സിബിഷനിൽ എത്തിയിരിക്കുകയാണ്. അധികൃതർ ആദ്യം ഒന്ന് തടയുമെങ്കിലും തൻ്റെ പേര് പറയുമ്പോൾ ഓ ഡോക്ടർ ഡസൻ, പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ബഹുമാനത്തോടെ ജെയ്സനെ അകത്തേക്ക് കയറ്റിവിടുന്നതിൽ വിസ്മയിച്ച് ഉള്ളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രദർശനങ്ങളിൽ തൻ്റെ ചിത്രങ്ങളും നിരവധിയുള്ളതായി കണ്ടമ്പരത്ത് നോക്കി തിരിയുമ്പോൾ അതാ ഡാനിയല വർഗാസ്. ഇരുവരും കണ്ടുമുട്ടുന്നു. വർഗാസിൻ്റെ കണ്ണിൽ ഒരു നഷ്ടപ്രണയത്തിൻ്റെ അലയെടുപ്പ് പ്രകടമാണ്. ജെയ്സൺ വളരെ റിലീഫായ രീതിയിൽ നേരെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഞാൻ ചെക്ക് ലിസ്റ്റിൽ പേര് കണ്ടിരുന്നു എന്ന് ഡാനി പറയുമ്പോൾ എവിടെ, ചാർലി എവിടെ എന്നെടുത്തപാടെ ചോദിക്കുകയാണ് ജെയ്സൺ. ചാർലി ആരെന്ന് അവർക്കറിയ പോലുമില്ല. ഡാനി അതാരെന്ന് ചോദിക്കുന്നു.
ഉടനെ വന്നൊരു സ്ത്രീ ഹാക്ക് ചെയ്യുമ്പോൾ അത് തൻ്റെ ഏജന്റായ അലീസിയ എന്ന് പരിചയപ്പെടുത്തുന്ന ജെയ്സനെ നോക്കി നിങ്ങളുടെ ഈ ഷോയുടെ ഇൻസ്പിറേഷനുള്ള ഇദ്ദേഹമെന്ന് ഡാനിയോട് പറയുന്നു. പിറകെ മറ്റൊരാൾ വന്ന് ഡാനി ഹാക്ക് ചെയ്യുന്നു. അത് റയാനാണ്. മുൻപ് നമ്മൾ കണ്ടതിൽ നിന്നും നല്ല മാറ്റം റയാനിൽ കാണാം. നീളൻ മുടിയും താടിയുമൊക്കെയായി. ജെയ്സൺ റയാനെ കണ്ട അതിശയത്തിൽ നോക്കി നിൽക്കുമ്പോൾ ഡാനിയല താനിപ്പോൾ അവിടെയുള്ളവരെല്ലാം ഒന്ന് ഡീൽ ചെയ്യട്ടെ എന്നും ഇത് കഴിഞ്ഞ് നമുക്ക് മൂവർക്കും ഒന്ന് കൂടണമെന്നും പറഞ്ഞു പോകുന്നു. എന്തായാലും റയാൻ ഡാനിയുടെ സുഹൃത്ത് മാത്രമാണെന്ന് അവരുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കാം. റയാനും ജെയ്സനെ കണ്ട അതിശയത്തോടെ തന്നെയാണ്. പക്ഷേ മുൻപ് കണ്ട പോലെ ഒരൊറ്റ സൗഹൃദ ബന്ധത്തിൻ്റെ ബോണ്ടിങ് മിസ്സിംഗ് ആണ്. നീ ഇത്രയും നാൾ എവിടെയായിരുന്നെന്നും അവർ ജയിലിൽ പിടിച്ചിട്ടെന്നും അതല്ല നീ കോസ്റ്ററീക്കയിൽ പോയി ഒരു കർഷകനായെന്നും മാത്രമല്ല നീ തീർന്നെന്നും വരെ കേട്ടെന്ന് റയാൻ പങ്കുവയ്ക്കുന്നു. എന്തായാലും തീർന്നിട്ടില്ല. ഇത് കേട്ട് കുറച്ചൊന്ന് സൈലൻ്റായിട്ട് റയാൻ, ഹേയ്, ഞാൻ നിനക്ക് കഴിഞ്ഞ കൊല്ലം നിർമ്മിച്ചു തന്ന കോമ്പൗണ്ട്സ്, ആ മിശ്രിതം എങ്ങനെയുണ്ടായിരുന്നു? കോമ്പൗണ്ട്സോ? എന്തു കോമ്പൗണ്ട്സ്? നിങ്ങൾക്കിപ്പോൾ എല്ലാം രഹസ്യമായിട്ടുള്ള പരിപാടികളല്ലേ, അതിൽ കുഴപ്പമില്ല. പക്ഷേ ജെയ്സൺ, ഞാൻ നിനക്കും വെലോസിറ്റിക്കും വേണ്ടി നട്ടല്ലൊടിഞ്ഞ് പണി ചെയ്തത് മറക്കരുത്. വെലോസിറ്റി എന്ന് പറഞ്ഞത് കേട്ടയുടൻ ജെയ്സൺ മണ്ടടിച്ച് നിനക്കും വെലോസിറ്റിയെ പറ്റിയും ആ സ്ഥലത്തെക്കുറിച്ചും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ റയാൻ തിരിച്ച് നീ എന്താ നാടകം കളിക്കുകയാണോ എന്ന് പരിഹസിക്കുന്നു. അതേസമയം തന്നെ ഡാനിയലയുടെ സ്പീച്ച് അലർട്ട് കേട്ട് നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ജെയ്സൺ ഡാനിയലയുടെ സംസാരം കാണാൻ പോവുകയാണ്. ഡാനിയലയുടെ സ്പീച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതം നമ്മുടെ ചോയ്സ് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന്. ഞാൻ ഒരു കുറ്റബോധപ്രേമി അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ മറ്റ് ചോയ്സുകൾ എടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ എന്താകുമെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ജെയ്സനെ നോക്കി ഇത് പറഞ്ഞിട്ട് കുറച്ച് എക്സിബിഷൻ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും ജെയ്സനെ നോക്കി ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും അതെൻ്റെ ലോകത്തിലെ ഒരു വലിയ സന്തോഷമാണെന്നും പറയുന്നു. ഇതേസമയം ജെയ്സന്റെ ഭാര്യയായ ഡാനിയലയുടെ അടുത്തിരിക്കുന്ന ജെയ് മറ്റൊരു പാരലൽ സ്പേസ്. അവിടെ ഡാനിയല തന്നെ റയാൻ വിളിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ജോബ് ഓഫറെ പറ്റി സംസാരിച്ചോ എന്ന് തിരക്കിയതായി പറയുമ്പോൾ മുൻപ് ജെയ്സന്റെ ചിന്തയിൽ ഉടലെടുത്ത ഒരു പ്രസന്നത ജയ്ക്കില്ല. കാരണം ജെയ്സന്റെ ഈ ടൈം ലൈനിൽ അതിക്രമിച്ച് കയറിയെത്തിയിട്ടുള്ളത് ഒരു നല്ല സ്നേഹജീവിതം ജീവിക്കാനാണെന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിരിക്കുന്നത്. ചാർലി തൻ്റെ കൂട്ടുകാരോടൊപ്പം സ്കേറ്റ് പാർക്കിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ രാത്രി 10 മണിക്ക് മുന്നേ തിരികെ എത്താനും ഇന്നെങ്കിലും കൂടെയുള്ള പെൺസുഹൃത്ത് ബ്രൂക്കിനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജെയ് അബ്സല്യൂട്ട്ലി വേണ്ട എന്ന് പറയുന്നത് കേട്ട് ഒരു ആശ്ചര്യ നോട്ടം നോക്കുകയാണ് ഡാനിയല. കാരണം തനിക്കറിയാവുന്ന ജെയ്സൺ സംസാരിക്കുന്ന വർത്തമാനമല്ല അത്. ജെയ് തുടരുകയാണ്, നീ ഒരിക്കലും പോയി ആദ്യമേ പറയാൻ നിൽക്കരുത്. ആദ്യം പറയുന്നവർ തോക്കുന്ന ഒരു പരിപാടിയാണത്. അതുകൊണ്ട് നിനക്ക് അവളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കണം, പക്ഷേ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കണം. ഒരു പുതിയ ബുദ്ധി കിട്ടിയ സന്തോഷത്തിൽ ചാർലി തുള്ളിച്ചാടി പോകുമ്പോൾ അതെങ്ങനെയാണ് താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതെന്ന് ഡാനി കാണിക്കാൻ പറയുമ്പോൾ ജെയ് തമാശയെ അങ്ങനെ കാണിക്കുമ്പോൾ മറ്റൊരിടത്ത് ഡാനിക്കും റയാനും ഒപ്പം കൂടുകയാണ് ജെയ്സൺ. വലിച്ച് നല്ല മൂഡിലാണ് മൂവരും. ഡാനിയുടെ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യം കേൾക്കുന്ന ജെയ്സൺ അതിനുള്ള ഉത്തരം ഊഹിച്ചെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് തുടരുകയാണ്. ഒരു ശാസ്ത്ര മനുഷ്യൻ, ഫിസിക്സ് പ്രൊഫസർ, സ്വപ്നം കണ്ട പോലുള്ള സ്ത്രീയെ വിവാഹം ചെയ്ത് ഒരു മകനുമൊത്തുള്ള നല്ല ജീവിതം, അയാൾ ഒരു ദിവസം ബാറിലേക്ക് പോകുന്നതുവരെ. ജെയ്സൺ കഥ പോലെ പറയുന്നത് തനിക്കുണ്ടായ അനുഭവങ്ങളാണെന്ന് മനസ്സിലായി കാണുമല്ലോ. തുടരുന്നു, അയാൾ ബാറിൽ പഴയ സുഹൃത്തിനെ കാണുന്നു, മികച്ച ഒരു പുരസ്കാരം ലഭിച്ചതിൻ്റെ പാർട്ടിയിൽ വെച്ച്. എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു. വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. ബോധോദയമുണ്ടായി നോക്കുമ്പോൾ സകലതും മാറിയിരിക്കുന്നു. വെറും 5 മണിക്കൂർ കൊണ്ട് വീടാകെ മാറിയിരിക്കുന്നു. നിറം, രീതി മുതൽ ഫർണിച്ചർ, കിച്ചൺ എല്ലാം. ഒരു പ്രാങ്കിനാണെങ്കിൽ കൂടെ ഇത്രയൊക്കെ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാനാകും? ഡേയ്, അവനെന്ന് എത്രത്തോളം LSD അടിച്ച് കിളി പോയിരിക്കുമായിരുന്നെന്ന് തമാശ രീതിയിൽ പറഞ്ഞിട്ട് റയാൻ. എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സംശയം അവനൊരു കിറുക്കനാണെന്നാണ്. എനിക്ക് കിറുക്കില്ല. ജെയ്സന്റെ തലതാഴ്ത്തിയുള്ള ഈ സംസാരം കേട്ട് ഇരുവരും അമ്പരപ്പോടെ നോക്കുകയാണ്. അപ്പോൾ ആ ഉത്തരത്തിനർത്ഥം ഇത് തൻ്റെ അനുഭവങ്ങളാണെന്നുള്ള ആ സത്യം അവർക്ക് മുന്നിൽ തെളിയുകയാണ്. ജെയ്സൺ ഡാനിയെ നോക്കി തുടരുന്നു, ഇന്ന് നിൻ്റെ ഏജൻറ്റ് പറഞ്ഞു ഞാൻ നിൻ്റെ വർക്കുകൾക്ക് പ്രചോദനമായെന്ന്. എങ്ങനെ? നമ്മൾ കുറേ നാളായി കാണാതിരുന്നിട്ട് പെട്ടെന്നൊരു രാത്രി അപ്രതീക്ഷിതമായി എൻ്റെ മുന്നിലെത്തിയത് നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ എന്ന ഡാനിയലയുടെ ചോദ്യത്തിന് ഇല്ല എന്ന ജെയ്സന്റെ തലയാട്ടൽ കണ്ട്, അന്ന് നീ പറഞ്ഞത് നമ്മളുടെ ലോകമെന്നത് നമ്മളുടെ ചോയ്സുകളെ ആശ്രയിച്ചുള്ളതാണെന്നും ജീവിതത്തിലെ നിൻ്റെ ഏറ്റവും മോശം ചോയ്സാണ് നീ എനിക്ക് വേണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞ് ബ്രേക്കപ്പായി. ഫ്രണ്ട്സ് ആയിരിക്കാമെന്ന് പറഞ്ഞു. ഏതോ പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്നും മിക്കവാറും ഇനി നിന്നെ ഒരിക്കലും കാണാൻ പോകുന്നില്ലെന്നും പറഞ്ഞു പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മനസ്സിലാകാതിരിക്കുന്ന ജെയ്സണോട് ഇന്നാദ്യമായി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ച ചാർലി ആരെന്ന ചോദ്യത്തിന് അത് നമ്മുടെ മകനാണെന്ന് പറയുന്നത് കേട്ട് അതിശയിച്ചിരിക്കുന്ന ഡാനിയോടായി ജെയ്സൺ തുടരുകയാണ്. നമ്മളൊരു കുടുംബമായി ലോഗൻ സ്ക്വയറിലെ ഒരു വീട്ടിൽ കഴിയുന്നതും ചാർലി എന്ന 15 വയസ്സുള്ള മകനെക്കുറിച്ചും. ഇതിനെ എതിർക്കുന്ന റയാനെ നോക്കിയിട്ട്, റയാൻ, നീ ഒരു വലിയ ന്യൂറോ സയൻറ്റിസ്റ്റ് ആണെന്നും
പാവിയ പ്രൈസ് നേടിയിട്ടുണ്ടെന്നും പറയുന്നത് കേട്ട് റയാൻ ഒരു കളിയാക്കലാംഗ്യം കാണിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നതിനെ തുടർന്ന് ജെയ്സണോട് നിന്റെ പ്രഹസനവും കളിയാക്കലും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഡാനി ചെന്ന് കെട്ടിപ്പിടിച്ച് നാളെ എത്താൻ പറഞ്ഞുവിട്ട ശേഷം ജെയ്സനെ നോക്കി നിൽക്കുകയാണ്. ടോട്ടൽ ബ്ലാങ്കായി. ജയ് തൻ്റെ പുതിയ വെർഷൻ ഓഫ് ലൈഫിൽ മാക്സിമം ഇഴുകിച്ചേരാൻ പരിശ്രമിക്കുകയാണ്. രാത്രി ബ്രഷ് ചെയ്തെന്നറിയാതെ ഡാനിയുടെ ബ്രഷ് എടുത്ത് പല്ലു തേക്കുന്നത് ഡാനിയല ഡസൻ്റെ കണ്ണിൽ പെടുമ്പോൾ ജെയ്സൺ ഫ്രഷായി ഡാനിയല വർഗാസിനൊപ്പം തങ്ങാനുള്ള പരിപാടിയാണ്. താൻ ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങാമായിരുന്നു എന്ന ജെയ്സന്റെ ഫോർമൽ സംസാരത്തെ തള്ളി ഡാനി തൻ്റെ ലാസ്റ്റ് ബോയ് ഫ്രണ്ടിൻ്റെതെന്ന് പറഞ്ഞ് ധരിക്കാൻ ഡ്രസ്സും സാൻഡൽസും നൽകി ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. തൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഡ്രഗിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതും അവിടെ അഡ്മിറ്റായി സൈക്യാട്രിസ്റ്റുമായി ഒന്ന് സംസാരിക്കാൻ അവർ പറഞ്ഞതായും ജെയ്സൺ പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ഡാനി പറയുന്നു. ജെയ്സൺ തനിക്കിപ്പോൾ ചികിത്സയെക്കാളും ഉത്തരങ്ങളാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അടുത്തേക്ക് വന്ന് ഡാനി തോളിൽ പിടിച്ചെന്തോ പ്രസന്നമായി പറയാൻ വരുമ്പോൾ എനിക്കറിയാം നീ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ആകെ വട്ടുപിടിച്ച അവസ്ഥയിലാണെന്ന് എന്ന് പറയുന്നത് കേട്ട് കുറച്ച് ഉറങ്ങെന്ന് പറഞ്ഞ് മേലേക്ക് കയറി പോകുന്നു. ജെയ്സൺ പെയ്യെ നടന്ന അവിടെയുള്ള ഡാനിയുടെ ചിത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് അവിടെ വെച്ചിട്ടുള്ള ഡാനിയുടെ ഹെയർ ബാൻഡ് എടുത്ത് തൻ്റെ മോതിരവിരലിൽ ധരിക്കുന്നു. കുറച്ചു മുൻപ് വരെ മോതിരം കിടന്ന ആ സ്ഥലത്ത്. രാവിലെ പ്രാക്ടീസിന് പോകാൻ ഒരുങ്ങുന്ന ഡാനിയുടെ അടുത്ത് വന്നു നിൽക്കുന്ന ജയ്യെ കണ്ട് ഞെട്ടുമ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി എവിടെ പോവുകയാണെന്ന് ചോദിച്ച് ശേഷം ഒരു റൊമാൻറ്റിക് ഡീപ് കിസ് നൽകി പറഞ്ഞുവിട്ട് അവിടെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിം നോക്കി നിൽക്കുന്നു. കുടുംബത്തിലെ മൂവരും ഹാപ്പിയായി ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി കാറെടുത്ത് എവിടേക്ക് പോവുകയാണ്. വഴിയിൽ റയാനെ വിളിച്ച് തനിക്ക് മുന്നിൽ വെച്ച ജോബ് ഓഫർ തട്ടിത്തെറിക്കുമ്പോൾ അമാൻഡ മോർണിംഗ് വർക്കൗട്ടിലാണ്. ഒരു ഫോൺ കോൾ. ജെയ്സണാണ്. താൻ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് അവശ്യസ്വരത്തിൽ പറയുന്നു, ഒരു കാറിൽ ഇരുന്നു കൊണ്ട്. അമാൻഡ സ്നേഹവെപ്രാളത്തോടെ എവിടെയാണെന്ന് ചോദിച്ച് അഡ്രസ് പറയുന്നത് കേട്ട് ഉടൻ തന്നെ വീട്ടിൽ നിന്നും വണ്ടിയെടുത്ത് പോകുമ്പോൾ ജെയ്സൺ അവിടെ തന്നെയുണ്ട്, കാറിൽ ഡാനിക്കൊപ്പം. വീട്ടിൽ കയറിപ്പറ്റാൻ കളിച്ചൊരു കളി. ഇരുവരും വീട്ടിൽ കയറി മാറ്റങ്ങളൊക്കെയും വിസ്മയത്തോടെ നോക്കി ജെയ്സൺ അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ ഫ്രെയിം നോക്കി പറയുകയാണ്, നമ്മുടെ വീട്ടിൽ ഈ സ്ഥലത്ത് അതേ വെള്ളച്ചാട്ടത്തിന് മുൻപിൽ നമ്മളും ചാർലിയും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഒരു വല്ലാത്ത മുഖഭാവത്തോടെ ഇത് കേട്ട് താൻ ഇവിടെ പോയിട്ടേയില്ല എന്ന് ഡാനി പറയുമ്പോൾ അത് നമ്മുടെ ഒരു ജീവിത സാഫല്യ യാത്രയായിരുന്നു എന്നും പറഞ്ഞ് ജെയ്സൺ മുകളിലേക്ക് ചെല്ലുന്നു. മുൻപ് പാവിയ പ്രൈസ് കണ്ട ആ മുറിയിൽ ചെന്ന് ചുറ്റുമിരിക്കുന്ന വസ്തുക്കളെല്ലാം നോക്കി ഇത് ചാർലിയുടെ മുറിയാണെന്ന് ദേഷ്യത്തോടെ പറയുന്നു, നമ്മുടെ മകൻ്റെ മുറി. ഇത് കേട്ട് നിർവികാരത്തോടെ നിൽക്കുന്ന ഡാനിയോട് വീണ്ടും അവൻ്റെ ഇഷ്ടങ്ങൾ, അനിമെ, സ്കേറ്റ് ബോർഡ്, ഒരു പെൺകുട്ടി. നിനക്കറിയാം, കമോൺ, അവൻ നിനക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വരച്ചു തരില്ലേ? ഈ കൊച്ചു പ്രായത്തിലെ അവന് നല്ല കലാവാസനയുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ അല്ലേ? ഇനിയും താൻ നിൽക്കുന്ന റിയാലിറ്റി ഉൾക്കൊള്ളാൻ കഴിയാതെ ജെയ്സൺ ഇതൊക്കെ പറഞ്ഞ് വികാരം കൊള്ളുമ്പോൾ പിടിവിട്ട് ഡാനിയലെയും മുഖം മാറി സംസാരിക്കുകയാണ്. നോക്ക്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ചപ്പോൾ നിനക്ക് ചിന്തിക്കാൻ ഇത്തിരി സമയം വേണമെന്ന് പറഞ്ഞു. അതെ, അതെനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേന്ന് നീ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് പറഞ്ഞത് നീ ഒരു വലിയ റിസർച്ചിൻ്റെ നടുവിലാണെന്നും അടുത്തൊരു കൊല്ലം മൊത്തം ഒരൊറ്റ ലാബ് മുറിക്കുള്ളിലായി മാത്രം ചിലവഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. നമ്മൾ രണ്ടു വഴിക്കായി. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊന്നും തുനിയാനും തയ്യാറായില്ല. കുട്ടിയെ ഗർഭഛിദ്രം ചെയ്യേണ്ടി വന്നുവെന്ന് മനസ്സിലാക്കി ഷോക്കായി നിന്നുകൊണ്ട് ജെയ്സൺ, അങ്ങനെയല്ല സംഭവിച്ചത്. അന്നുണ്ടായത് ഞാൻ ചിന്തിച്ച ശേഷം നിന്നോട് വന്ന് പറഞ്ഞു. ഒടുക്കം ജീവിതത്തിൽ തണുത്ത ഉപയോഗമില്ലാത്തൊരു ലാബിനേക്കാൾ നിന്നോടൊപ്പമുള്ള ഓർമ്മകൾ മതി എനിക്കെന്ന്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനൊടുക്കം കേട്ട അതേ വാക്കുകൾ. ഡാനിയല ജയ്യുടെ ചോദ്യത്തിന് ഇതേ ഉത്തരം പറഞ്ഞപ്പോൾ ജയ്യുടെ പ്ലാനുമായി ഇതിനെന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ജെയ്സന്റെ ഈ വാക്കുകൾ കേട്ട് എന്നെ വിഡ്ഢിയാക്കുകയാണോ എന്നും മനോനില തെറ്റിയ ഒരാളാണോ നിങ്ങളെന്നും പൊട്ടിത്തെറിക്കുന്ന ഡാനിയല നമുക്ക് പോകാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ജെയ്സൺ അവിടെ വെച്ചിട്ടുള്ള ഒരു ഫയൽ ബാഗും ഒരു മിനിയേച്ചർ ബോക്സും ഒക്കെ എടുത്ത് തിരികെ കാറിൽ കയറി ഉള്ളിലിരിക്കുന്ന ഡാനിയോട് ക്ഷമ ചോദിച്ചിട്ട് എന്തൊക്കെയായിരുന്നാലും എനിക്ക് നിന്നോടൊപ്പം വിവാഹം മുതലുള്ള കുറേ മധുര മനോഹര ഓർമ്മകളും ഞാനിപ്പോൾ പറഞ്ഞതൊന്നും കളവല്ലെന്ന് വ്യക്തമാക്കുന്നു. ജയ് നമ്മൾ മുൻപ് കണ്ട സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കയറുകയാണ്. കയറി കയ്യിലുള്ള ബാഗിൽ ഒരു തോക്കും നമ്മൾ മുൻപ് വെയർഹൗസിൽ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതായി കണ്ട ഡിസ്പ്ലേ ഡിവൈസും മറ്റും എടുത്തു വെച്ചിട്ട് മുൻപ് ധരിച്ച ആ മാസ്ക് എടുത്ത് മുറിയിൽ വയ്ക്കുന്നു. ബാഗിലെ ഫയൽസും നോട്ട്സും എല്ലാം കണ്ടറിഞ്ഞ് അന്തം വിട്ടിരിക്കുന്ന ജെയ്സൺ, ചെയ്തു, ആ കള്ളപ്പഹയൻ അത് ചെയ്തെടുത്തു. ആരെന്ത് ചെയ്തെന്ന്? ഞാൻ ചെയ്യാൻ നോക്കിയ കാര്യം. നോക്ക്, ഞാൻ പറയുന്നത് തീർത്തും കിറുക്കത്തരമായിരിക്കാം. വാട്ട് ഇഫ് ഇവിടുള്ള ജെയ്സൺ, പാവ്യ പ്രൈസ് എല്ലാം ലഭിച്ച നമ്മൾ ഇന്ന് പോയ ആ വീട്ടിൽ നിന്ന ജെയ്സൺ, അവൻ ഒരു ചെറിയ വസ്തുവിനെ ഉൾക്കൊള്ളിക്കാൻ ഞാൻ നിർമ്മിക്കാനായി ശ്രമിച്ച ഈ ബോക്സിന് പകരം അതിൻ്റെ ഒരു വലിയ വെർഷൻ നിർമ്മിച്ച് ഒരു പൂർണ്ണ മനുഷ്യനെ അതിനുള്ളിൽ നിർത്താൻ ശേഷിയുള്ള ഒരു ബോക്സ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലോ? ക്വാണ്ടം ഫിസിക്സിലെ പല പല റിയാലിറ്റികളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ബോക്സ്. എന്നിട്ടെന്തുകൊണ്ട് ആ ബോക്സിലൂടെ അവൻ എൻ്റെ ലോകത്തിലേക്ക് എത്തിക്കൂടാ? എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച അയാൾ, അത് ഞാൻ തന്നെ ആയിക്കൂടെ? അതെങ്ങനെ സാധിക്കും? എക്സാക്ട്ലി ഞാൻ അല്ലെങ്കിൽ കൂടെ എൻ്റെ മറ്റൊരു വെർഷൻ ആയിക്കൂടെ? ലൈക്ക്, ശരി, നീ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, ഞാനും അവനും ഒരേ വ്യക്തി തന്നെയായിരുന്നു.
എപ്പോൾ നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിയും വരെ. ആ പോയിന്റിൽ വെച്ച് സ്പ്ലിറ്റായി. രണ്ടുപേരുടെയും വ്യത്യസ്തമായ 2 യൂണിവേഴ്സുകൾ, ടൈം ലൈനുകൾ. ഞാൻ നീയുമായി ഒരുമിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഇവിടെയുള്ള ജെയ്സൺ നീ പറഞ്ഞതുപോലെ ബ്രേക്കപ്പായി ജോലിയിൽ കേന്ദ്രീകരിച്ച് ആ ബോക്സ് നിർമ്മിച്ചു. ഈ നിമിഷത്തിൽ ഞാൻ അവൻ്റെ ലോകത്തും അവൻ എൻ്റെ ലോകത്തുമാണെങ്കിലോ? നിന്നോട് തന്നെ എന്തിനിങ്ങനെ ചെയ്യണം? ജയ് കാറിൽ ആ വെയർഹൗസിലെത്തി ബാഗുമായി ഇറങ്ങുകയാണ്. ആ ബോക്സ്, ദ ബോക്സിനടുക്കലേക്ക്. അതിനെ കേന്ദ്രീകരിച്ച് അവിടെ ഒരു ക്യാമറ സ്ഥാപിച്ച ശേഷം ഒരു ട്രെയിനിൽ കയറി വീട്ടിലേക്ക് വരികയാണ്. ഫോണിൽ ബോക്സിൻ്റെ ലൈവ് കവറേജ് നോക്കിക്കൊണ്ട് ഒരു ഹാപ്പി ഫാമിലി മാൻ സ്ഥാനത്തേക്ക്. തൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടി തൻ്റെ മറ്റൊരു വെർഷനുമായി ഒരു നാൾ ആഗ്രഹിച്ച ഒരു ജീവിതം ജീവിച്ചെത്തിയ ജെയ്സനെ നോക്കിയിരിക്കുകയാണ് ഡാനിയല വർഗാസ്. കൈവിരലിലെ ഹെയർ ബാൻഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജെയ്സൺ ഇത് തനിക്ക് മറക്കാതിരിക്കാനുള്ള ഒരു പ്രൂഫാണെന്ന് പറയുന്നു. പതിയെ ഈ ലോകത്തിൽ ജീവിച്ച് ആ മോതിരപ്പാടൊക്കെ മാറിയാൽ പോലും തൻ്റെ യാഥാർത്ഥ്യം ഇവിടെ അല്ല എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു തെളിവ്. ശേഷം ബെഡിൽ കിടക്കുന്ന ജെയ്സന്റെ അടുക്കലേക്ക് എത്തി ഡാനി കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് പറയാൻ പറയുന്നു. മറ്റൊരു യൂണിവേഴ്സിൽ ജീവിച്ച ആ ജീവിതത്തെക്കുറിച്ച്. പെട്ടെന്നുണ്ടായ വിവാഹവും ഉടനെ കുട്ടിയുണ്ടായതും ഇടയ്ക്കുണ്ടായ ഏറ്റക്കുറച്ചിലിനെ പറ്റിയും പെയിൻറ്റിങ് നിർത്തേണ്ടി വന്നതിനെക്കുറിച്ചും പറയുമ്പോൾ താൻ ഹാപ്പി ആയിരുന്നു എന്ന് ഡാനി ചോദിക്കുന്നു. തീർച്ചയായും നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. വാട്ട് അബൌട്ട് സെക്സ്? ഡാനിയുടെ എക്സൈറ്റ്മെൻറ്റ്. ജെയ്സൺ ചെറിയ ലജ്ജയോടെ മുഖം താഴ്ത്തുന്നു. ഇരുവരും റൊമാൻസിലേക്ക് ഇങ്ങനെ പതിയെ കടക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ മുട്ടുന്നത് കേട്ടവർ ആത്മനിയന്ത്രണം പാലിച്ച് മെല്ലെ കതകിനടുക്കലേക്ക് എത്തുമ്പോൾ ഡാനിക്കൊരു ഫോൺ കോൾ. അറ്റൻഡ് ചെയ്ത് ആരെന്ന് ചോദിക്കുമ്പോഴേക്കും കട്ടാവുന്നു. ജെയ്സൺ പതിയെ വന്ന് കതകിലെ ഡോർ ഹോളിലൂടെ നോക്കുന്നതും ക്ഷണനേരത്തിൽ ലോക്കൽ വെടിവെച്ച് ഓപ്പൺ ചെയ്ത് തോക്ക് ചൂണ്ടി കടന്നു കയറുകയാണ്. മറ്റാരുമല്ല, വെലോസിറ്റിയിലെ ഡോൺ. പിറകെ നിൽക്കുന്ന ഡാനി ഇത് കണ്ടപാടെ ഫോണിൽ എമർജൻസി ഡയൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് ഫോൺ താഴെയിടാൻ പറയുന്നു. അവിടെ ഒന്നും ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് ജെയ്സൺ പറഞ്ഞിട്ട് ഡാനിയലയോട് ഇവർ പറയുന്നത് പോലെ ചെയ്യ് എന്ന് പറഞ്ഞ് തീരുന്നതും